श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। അയോധ്യാകാന്ഡം ഇവിടെ കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുത്തച്ഛൻ എഴുതുന്നത്. ഇവിടുത്തെ കിളി എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ ഹൃദയം തന്നെയാണ്. തൻ്റെ ഹൃദയത്തെയാണ് കിളിയായിട്ട് സങ്കല്പിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ പറയുന്നു, താർമകൾക്ക് അൻപുള്ള താർമകൾ ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിക്ക് അൻപുള്ള പ്രിയപ്പെട്ട അല്ലയോ തത്തേ വരികടോ. താമസശീലം അകറ്റേണമാശു നീ. താമസശീലം, ആ ഒരു അലസത, മൂഢത, അജ്ഞത, ഇതൊക്കെ നീക്കാനായിട്ടുള്ള ആ രാമചരിതം നീ പാടുക. രാമദേവൻ ചരിതാമൃതം, അമൃതമാണത്. അമൃത രസം പോലെ രസിച്ചു കുടിക്കണം, അതാണ് രാമചരിതം. അമൃതം ഇനിയും ഇനിയും പറയൂ. ആമോദം ഉൾക്കൊണ്ട് അത് ആസ്വദിക്കണം. രാമകഥ ആസ്വദിക്കണമെങ്കിൽ അർത്ഥമറിയണം. അങ്ങനെ അർത്ഥമറിഞ്ഞ് അർത്ഥം ഉൾക്കൊണ്ട് ആമോദത്തോടെ ചൊല്ലൂ, സരസമായിട്ട്, രസമായിട്ട്, ആളുകൾക്ക് രസിക്കുന്ന രീതിയിൽ ചൊല്ലൂ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. ചൊല്ലാം ഞാൻ. ഇങ്ങനെ ചൊല്ലിയാൽ പങ്കമെല്ലാം അകലും. പങ്കം, മാലിന്യം, നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷിമാർ തന്ന ഒരു ഉപായമാണ് പുരാണ ഗ്രന്ഥങ്ങളും ഇതിഹാസ ഗ്രന്ഥങ്ങളുമൊക്കെ. അതിൻ്റെ ശ്രവണം, ഒപ്പം മനനം, പിന്നീട് അതിലെ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിലെ പങ്കം, എല്ലാ മാലിന്യങ്ങളും അകലും. പല ജാതിയും പല രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ളത്, കർമ്മവാസനകളുടെ രൂപത്തിൽ, ആഗ്രഹങ്ങളുടെ രൂപത്തിലൊക്കെയുള്ള നമ്മുടെ എല്ലാ അഴുക്കുകളും ഇല്ലാതെയാകും. അങ്ങനെ അഴുക്കില്ലാതെയാകുമ്പോൾ സങ്കടമേതും വരികയുമില്ലല്ലോ. പിന്നെ ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. ഈ ലോകത്തിലെ ഒരു ദുഃഖവും നമ്മളെ ബാധിക്കുകയില്ല. അതാണ് പങ്കജനേത്രൻ കഥകൾ കേട്ടിയിടിനാൽ. അപ്പോ നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളും അകന്ന് സങ്കടമില്ലാതെയാകും പങ്കജനേത്രനായിട്ടുള്ള ശ്രീ രാമചന്ദ്രന്റെ കഥകൾ കേട്ടാൽ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ആ ജാനകി ദേവിയുടെ ഭാഗ്യാതിരേകമാണ് ഭഗവാൻ. അതിനുശേഷം പറയുന്നു, ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ച്. ഇവിടെ അങ്ങോട്ട് ശ്രദ്ധിക്കണം, 3-4 വരികളൊക്കെ ഒരേ വാക്കുകൾ, ഒന്നുകിൽ ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരം. ഇവിടെ ഭാർഗവിയാകിയ, ഭാഗ്യജലനിധി, ഭാർഗവൻ. ഇനി അടുത്തത് മാർഗം. ഇതൊക്കെയാണ് എഴുത്തച്ഛന്റെ ആ ഒരു കാവ്യഭംഗിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആസ്വദിക്കണം. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ച്, പരശുരാമന്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ച്, മാർഗവും പിന്നിട്ട്, അങ്ങനെ വഴി കടന്ന് ഇങ്ങോട്ട് പിന്നിട്ട് അയോധ്യാപുരി പൊക്കു. ആരൊക്കെയാണ് കൂടെ? താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതൻ, ധാതാവിന്റെ മകനായ ഗുരുവരൻ വസിഷ്ഠനോടും ഭ്രാതാക്കളോടും പടയോടും. എല്ലാ പടയോടും ഒന്നിച്ചാണ് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ആളുകൾ കൂടി മേദിനി പുത്രിയാം ഭാമിനി തന്നോടും. ഇവരൊക്കെ കൂടിയായിട്ട് സീതാദേവി, മേദിനി ഭൂമിദേവി, ഭൂമിയുടെ പുത്രിയായിട്ടുള്ള സീതാദേവിയോടും. അങ്ങനെ ഇവർ ആ അയോധ്യ രാജ്യത്തിന്റെ
ആ ഒരു അതിർത്തിയിൽ എത്തുമ്പോൾ തന്നെ പൗരജനങ്ങളൊക്കെ എതിരേൽക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ചാണ് തിരിച്ച് രാജധാനിയിൽ വരുന്നത്. അതാണ് വന്നെതിരേറ്റൊരു പൗരജനത്തോടും, തങ്ങളെ ആ രാജ്യ അതിർത്തിയിൽ വന്ന് എതിരേറ്റ ആ പൗരജനത്തോടും ചെന്ന് മഹാരാജധാനിയകം പൊക്കൂ. അങ്ങനെ കൊട്ടാരത്തിലെത്തി. വന്നിതു സൗഖ്യം ജഗത്തിന്, കാരണം രാഘവൻ തന്നെ നാനാഗുണഗണം കാണുകയാൽ. ഇപ്പോൾ പോയത് ഇവരുടെ കണ്ണിലെ ഒരു കൗമാരപ്രായക്കാരനാണ്, വന്നത് വിവാഹം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലും ആ രാമചന്ദ്രന്റെ പക്വതയെ ആളുകൾ അംഗീകരിക്കുകയാണ്. ഒപ്പം പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രാഘവന്റെ ആ നാനാഗുണഗണം, അദ്ദേഹം ഈ രാജ്യത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ആളുകളോടുള്ള ആ രാമചന്ദ്രന്റെ പെരുമാറ്റമൊക്കെ ആളുകൾക്ക് അത്രയും ഇഷ്ടമായി. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഉമാമഹേശ്വര സംവാദത്തിലേക്ക് വരികയാണ്. രുദ്രൻ, പരമേശ്വരൻ, ജഗദീശ്വരൻ, കദ്രുസുതഗണഭൂഷണ ഭൂഷിതൻ. കദ്രുവിന്റെ സുതഗണം മക്കളാണ് പാമ്പിൻ കൂട്ടങ്ങൾ, സർപ്പങ്ങൾ. അപ്പൊ ആ പാമ്പ് ഭൂഷണമായിട്ടുള്ളവൻ, ഭൂഷിതനായിട്ടുള്ള ആ പരമേശ്വരൻ. ചിദ്രൂപൻ, ചിത്ത് ബോധസ്വരൂപൻ, അദ്വയൻ രണ്ടില്ലാത്തവൻ, മൃത്യുഞ്ജയൻ മരണത്തെ ജയിച്ചവൻ, പരമാനന്ദ സ്വരൂപൻ പരൻ, ഭദ്രപ്രദൻ ഭദ്രം മംഗളത്തെ തരുന്നവൻ, ഭഗവാൻ ഭവഭഞ്ജനൻ. ഭവം എന്നാൽ ഈ സംസാര ദുഃഖം, സംസാര ദുഃഖത്തെയൊക്കെ ഇല്ലാതാക്കി തരുന്നവൻ. ഇങ്ങനെയുള്ള ആ പരമേശ്വരൻ രുദ്രാണിയാകിയ ദേവിക്ക് ഉടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ, അങ്ങനെ ആ കഥ പറച്ചിൽ തുടരുകയാണ്. വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുത. വിദ്രുമതുല്യ അധരി, വിദ്രുമം പവിഴം, പവിഴത്തിന് തുല്യമായ അധരം, നല്ല ചുണ്ട്, ചുവന്ന ചുണ്ട്, ഇങ്ങനെയും വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അതല്ല എങ്കിൽ പവിഴ തുല്യമായിട്ടുള്ള ചുവപ്പ് ധരിച്ച് എന്ന് വെച്ചാൽ ആ ഒരു വസ്ത്രമണിഞ്ഞവൾ, അങ്ങനെ രണ്ടു വിധത്തിലും അർത്ഥം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ധരിച്ച ഗൗരിയാം, ഗൗരവർണം, നല്ല വെളുത്ത നിറത്തിലുള്ള ഗൗരി, ശ്രീ പാർവതി ദേവി അദ്രിസുതയാണ്, ഹിമവാന്റെ മകളാണ്. ഇങ്ങനെയുള്ള ആ ദേവി ആനന്ദവിവശയായി. അപ്പൊ ഇവിടെയും നോക്കൂ, ഇവിടെ പന്നകഭൂഷണനെന്നോ സർപ്പഭൂഷണനെന്നോ ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കദ്രുസുതഗണ എന്നൊക്കെ പറയാൻ കാരണം ആ വരികളിലൊക്കെ ദ്ര എന്ന അക്ഷരം വന്നുകൊണ്ടേയിരിക്കുന്നു. രുദ്രൻ, കദ്രു, ചിദ്രൂപൻ, ഭദ്രപ്രദൻ, രുദ്രാണി, ഭദ്ര, വിദ്രുമ. അപ്പൊ ആ ഒരു കാവ്യഭംഗി ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ അദ്രിസുതയും ആനന്ദവിവശയായി, കാരണം കഥ കേട്ട് അങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഭർതൃപാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു. അങ്ങനെ ഭർത്താവിന്റെ കാൽക്കൽ വന്ദിച്ചിട്ട് വീണ്ടും, അതായത് കുറച്ചൊരു ഇടവേള എടുത്തു ബാലകാന്ഡം കഴിഞ്ഞിട്ട്, അതാണ് വീണ്ടും അതിനെ തുടർന്നു കൊണ്ടുപോകുന്നു എന്ന് കാണിക്കാനാണ് വീണ്ടും ഭർത്താവിന്റെ കാൽക്കൽ വന്ദിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്. നാരായണൻ നളിനായതലോചനൻ, ആ താമരക്കണ്ണൻ, നാരീജന മനോമോഹനൻ, ഏത് സ്ത്രീയെയും മോഹിപ്പിക്കുന്ന ആ മോഹനാംഗത്തോട്, മനോഹരമായ ശരീരത്തോടു കൂടിയ ആ മാധവൻ നാരദസേവ്യനാണ്. നളിനാസനപ്രിയൻ, നളിനം താമര, താമരയിൽ ഇരിക്കുന്നവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിന് പ്രിയപ്പെട്ടവൻ. നാരക അരാതി, നരകത്തിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ നരകത്തിലുള്ളവർ എന്നാണ് അസുരന്മാരെ കുറിച്ച് പറയുക. അപ്പൊ അസുരന്മാരുടെ അരാതി ശത്രു. നളിനശര ഗുരു, നളിനശരൻ, താമര ശരമായിട്ടുള്ളവൻ കാമദേവൻ. ആ കാമദേവന്റെ ഗുരു എന്ന് പറയുമ്പോൾ കാമദേവനേക്കാളും സുന്ദരനായിട്ടുള്ളവൻ. ഇവിടെ എല്ലാം നാ എന്ന വാക്ക് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോരോ വാക്കുകൾ പറയുന്നത്. നാഥൻ, നരസഖൻ, ഭഗവാന്റെ ഒരു അവതാരമായിരുന്നു നരനാരായണ അവതാരം. അത്
ധർമ്മദേവന്റെ മക്കളായിട്ട് ഇരട്ടകളായിട്ട് പിറന്നതാണ്. അപ്പൊ നരനോടൊപ്പമുള്ള നാരായണൻ, അതാണ് നരസഖനായിട്ടുള്ള നാരായണൻ. നാനാജഗന്മയൻ, ഈ ലോകം മുഴുവൻ ഭഗവാനാണ്. അതാണ് ജഗത്ത് തന്നെ ഭഗവാനായിരിക്കുന്ന നാദവിദ്യാത്മകൻ. നാദവിദ്യ, ആ ബ്രഹ്മവിദ്യ എന്നും പറയാം, വേദം എന്നും പറയാം, അതൊക്കെ ആയിരിക്കുന്ന ഭഗവാൻ. നാമസഹസ്രവാൻ, 1000 പേരുകളുള്ളവൻ. നാളീകരമ്യവദനൻ, നാളീകം താമര, താമര പോലെ മനോഹരമായിട്ടുള്ള മുഖത്തോടുകൂടിയവൻ. നരക അരി, നരകാസുരന്റെ ശത്രു. നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലതും വേറെ രീതിയിൽ പറയാം, പക്ഷെ ഈ അക്ഷരം പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ ഇങ്ങനെ ആ വാക്കുകളെ കൊണ്ട് തന്നെ അവിടെ വർണ്ണിക്കുകയാണ്. ഇവിടെ നാളീക ബാന്ധവൻ, നാളീകം താമര, താമരയോട് ബന്ധുത്വമുള്ള ആരാണ്? സൂര്യൻ. അപ്പൊ നാളീക ബാന്ധവ വംശം, സൂര്യവംശം. സൂര്യവംശം എന്ന് പറയാനാണ് നാളീക ബാന്ധവ വംശം എന്നൊക്കെ പറഞ്ഞത്. അതിൽ സമുദ്ഭവൻ, അതിൽ ജനിച്ചവൻ. ശ്രീരാമദേവൻ, പരൻ, പുരുഷോത്തമൻ, കാരുണ്യവാരിധി, കാമഫലപ്രദൻ, ഏതാഗ്രഹവും സാധിപ്പിച്ചു തരുന്നവൻ. രാക്ഷസവംശ വിനാശന കാരണൻ, രാക്ഷസവംശത്തിന് വിനാശം വരുത്താനായി മാത്രം ജനിച്ചവൻ. സാക്ഷാൽ മുകുന്ദൻ, മോക്ഷം നൽകുന്നവൻ. ആനന്ദപ്രദൻ, പുമാൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ. ഭക്തജന ഉത്തമ ഭുക്തി മുക്തിപ്രദൻ, ഉത്തമരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക്, അല്ലാതെ വെറുതെ ആർക്കെങ്കിലും അല്ല, ഉത്തമരായ ഭക്തജനങ്ങൾക്ക് ഭുക്തിയെയും, അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ള, അതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഭഗവാൻ കൊടുക്കും. അങ്ങനെ ഭുക്തിയും കൊടുക്കും, ഒപ്പം മുക്തിയും കൊടുക്കും. ഭുക്തി മുക്തിപ്രദൻ. എന്നാൽ ഭഗവാൻ ആകട്ടെ സക്തി വിമുക്തൻ, ഒന്നിനോടും ആസക്തിയില്ല, എല്ലാറ്റിൽ നിന്നും വിമുക്തനാണ് ഭഗവാൻ, നിസ്സംഗനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആരുടെ ഉള്ളിലാണ്? വിമുക്ത ഹൃദിസ്ഥിതൻ. ഇതേപോലെ ഈ ലോകത്തിലുള്ള ലോക കാര്യങ്ങളിൽ നിന്ന് ആസക്തി ഇല്ലാതായ ആ യോഗികളിൽ, അതാണ് വിമുക്തരായിട്ടുള്ള, ആസക്തി വിമുക്തരായിട്ടുള്ളവരുടെ ഹൃദി, അവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുക. വ്യക്തൻ അവ്യക്തൻ, ഭഗവാൻ വ്യക്തമാണ് എന്നാൽ അവ്യക്തവുമാണ്, നേരെ വിപരീതമാണ്. അപ്പോ ആർക്കാണ് വ്യക്തം? യോഗികൾക്ക് വളരെ വ്യക്തമാണ് ഭഗവാൻ. ഭഗവാൻ അവർക്ക് അനുഭവവേദ്യമാണ്. എന്നാൽ ആ ഭഗവാന്റെ തത്വം, ബ്രഹ്മസ്വരൂപം എന്നത് ലൗകികരായ ആളുകൾക്ക് അവ്യക്തമാണ്, അനന്തനാണ്, അനാമയൻ, യാതൊരു വിധത്തിലുള്ള ആമയം, ദുഃഖമൊന്നുമില്ലാത്ത, എപ്പോഴും ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ ശക്തിയുക്തൻ. ഇവിടെ ശക്തിയുക്തൻ എന്നത് കൊണ്ട് ആ പ്രപഞ്ച മായാശക്തി, ആ മായാശക്തിയോട് കൂടിയുള്ള ആ ഭഗവാൻ, അല്ലെങ്കിൽ ശക്തി, സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു ബലവാൻ എന്ന അർത്ഥത്തിലും എടുക്കാം. ശരണാഗതവത്സലൻ, തന്നെ ശരണാഗതി അടയുന്നവർക്ക് എന്തും ചെയ്തു കൊടുക്കുന്ന, അവരിൽ വാത്സല്യമുള്ള. നക്തഞ്ചരേശ്വരനായ ദശാസ്യന്, ആ രാക്ഷസ രാജാവായ ആ രാവണന് പോലും മുക്തി കൊടുത്തവൻ, തന്റെ ശത്രുവായിട്ടുള്ള രാവണന് പോലും മുക്തി കൊടുത്തവനാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവം, നക്തം രാത്രി, ദിവം പകൽ, ഇനിയോ ജീവിതാവധി, ജീവിതം മുഴുവൻ കേൾക്കിലും പരമേശ്വര തൃപ്തി വരാമമ, എനിക്ക് തൃപ്തി വരില്ല. ഇവിടെ ദേവിയാണ് പറയുന്നത്, പാർവതി ദേവി പറയുകയാണ്, അങ്ങ് ദിവസം മുഴുവൻ പറഞ്ഞാലും, എന്റെ ജീവിതകാലം മുഴുവൻ ഇത് കേട്ടാലും എനിക്ക് മതി വരില്ല. മാത്രമല്ല എനിക്ക് വേണ്ടിയില്ല മുക്തിയും, എനിക്ക് മുക്തിയൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ കഥ കേട്ടിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ദേവി പറയുന്നത് ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലാതെ ദേവി മുക്തയാണ്,
ദേവിക്ക് മുക്തിയും വേണ്ട, ഭക്തിയും വേണ്ട. ദേവി എല്ലാവർക്കും മുക്തിയെയും ഭക്തിയെയും കൊടുക്കുന്ന ദേവിയാണ്. അപ്പൊ ഇത് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭാവം. ഭഗവാനെ എനിക്കിങ്ങനെ കേട്ടിരുന്നാ മതി, ഭഗവാനെ കുറിച്ച് കേട്ടിരുന്നാൽ മതി. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ, മന്മഥൻ കാമദേവനെ നശിപ്പിക്കുന്നവൻ ആയിട്ടുള്ള ആ പരമേശ്വരൻ പറഞ്ഞു, സുന്ദരി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. കേട്ടുകൊള്ളുക, ഞാനിതാ പറയാൻ പോകുന്നു എന്ന് സാക്ഷാൽ പരമേശ്വരൻ അരുളി ചെയ്തു. എന്നിട്ട് വീണ്ടും അയോധ്യാകാന്ഡത്തിലെ ആ കഥയിലേക്ക് കടക്കുകയാണ്. നാരദ രാഘവ സംവാദം. നാരദനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സംഭാഷണം. എങ്കിലൊരു ദിനം, ഇവിടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്, കേട്ടോളൂ. ഒരു ദിവസം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ, മംഗലദേവത ലക്ഷ്മി ദേവി, ദേവിയുടെ കാമുകൻ എന്നാൽ ഭർത്താവ്, യഥാർത്ഥ ഭർത്താവായിട്ടുള്ള സാക്ഷാൽ ശ്രീരാഘവൻ, അങ്കജനാശന വന്ദിതൻ, അങ്കജനാശനൻ ശ്രീ പരമേശ്വരൻ, പരമേശ്വരനാൽ വന്ദിക്കപ്പെടുന്ന കേശവൻ ഭഗവാൻ, അങ്കജലീല പൂണ്ട്, അങ്കജനാശനാൽ വന്ദിക്കപ്പെടുന്നവനാണ്. പക്ഷേ ഇപ്പോൾ ഭഗവാൻ ആരാണ്? ഒരു പുതുമണവാളനാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് മധുവിധു കാലത്തിലാണ്. അതുകൊണ്ട് അങ്കജലീല പൂണ്ട് ആ ശൃംഗാര ചേഷ്ടകളൊക്കെ ആയിട്ട് അന്തഃപുരത്തിങ്കൽ തന്റെ കൊട്ടാരത്തിൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും സുന്ദരിയായിട്ടുള്ള ജാനകി ദേവിയോടുകൂടെ നീലോൽപലദള ശ്യാമള വിഗ്രഹൻ, നീലോൽപലം നീലത്താമരയുടെ ദളം, അതിന്റെ ആ ഭംഗി, അതുപോലെയുള്ള ശ്യാമള വിഗ്രഹം, സുന്ദരമായിട്ടുള്ള ശരീരത്തോടുകൂടിയ ആ ശ്രീരാമചന്ദ്രൻ. ഇനി നീലോൽപലദള ലോലവിലോചനൻ, അതേപോലെ വിടർന്ന കണ്ണുകളാണ് ഭഗവാന്റേത്. നീലോപല ആഭൻ, നീലോപലം എന്നാൽ ഇന്ദ്രനീലക്കല്ല്, ഇന്ദ്രനീലക്കല്ലിന് തുല്യമായ ആഭ പ്രകാശം, അത്രയും പ്രകാശപൂർണമാണ്. നീലരത്നം ഇങ്ങനെ ജ്വലിക്കുന്നത് പോലെയാണ് ഭഗവാൻ. നിരുപമൻ, ഭഗവാനോട് തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതാണ് നിരുപമൻ, ആരോടും ഉപമിക്കാനില്ല. നിർമ്മലൻ, നീലകളപ്രിയൻ, നീലകളൻ നീലകണ്ഠൻ പരമശിവൻ, പരമശിവന് പ്രിയനായിരിക്കുന്ന നിത്യൻ, നിരാമയൻ, രത്നാഭരണ വിഭൂഷിത ദേഹനായിട്ട്, രത്നാഭരണങ്ങളൊക്കെ ശരീരത്തിൽ അങ്ങനെ ഇട്ടുകൊണ്ട്, അത് ധരിച്ചുകൊണ്ട്, രത്നസിംഹാസനം തന്മേൽ അനാകുലം, അവിടെ തന്റെ കൊട്ടാരത്തിലുള്ള രത്നസിംഹാസനത്തിൽ അങ്ങനെ ഇരുന്നുകൊണ്ട്, അങ്ങനെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനെ രത്നദണ്ഡം പൂണ്ട, രത്നം പതിപ്പിച്ച വെൺചാമരം കൊണ്ട് പത്നിയാൽ സീതയാൽ വീജിതനായി വീശപ്പെടുകയാണ്. ഭർത്താവിനെ ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ് സീതാദേവി. അതികോമളനായിട്ടുള്ള ആ ഭഗവാനെ ബാലനിശാകര ഫാലദേശം, ബാലനിശാകരൻ, ആ ഒരു അർദ്ധചന്ദ്രൻ, അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ് നമ്മുടെ ഫാലദേശം. ഫാലദേശം നെറ്റിത്തടം. ആ നെറ്റിത്തടത്തിൽ ലസൻ, അങ്ങനെ വിളങ്ങുന്ന മാലേയപങ്കം, ചന്ദനക്കുറി അലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ, ബാലാർക്കൻ ഉദയസൂര്യന്റെ സന്നിഭം, അതുപോലെ തിളങ്ങുന്ന, ഉദയസൂര്യനെ പോലെ തിളങ്ങുന്ന കൗസ്തുഭമണി, അത് കഴുത്തിലണിഞ്ഞ്, അങ്ങനെ കന്ധരൻ എന്നാൽ കഴുത്തിൽ അണിയപ്പെട്ടവൻ, അങ്ങനെ വിളങ്ങുന്ന കഴുത്തോടുകൂടിയ ആ കൗസ്തുഭമണി അങ്ങനെ തിളങ്ങുകയാണ് ഭഗവാന്റെ കഴുത്തില്. അതേസമയം സീതാദേവി എങ്ങനെയാണ്? പ്രാലേയ ഭാനു സമാന. പ്രാലേയ ഭാനു എന്നാൽ ആ മഞ്ഞു പൊഴിക്കുന്ന ചന്ദ്രൻ എന്നാണ് അർത്ഥം. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മിനുമിനുത്ത, അല്ലെങ്കിൽ എത്ര ഭംഗിയാ, അത്രയും മാർദ്ദവമെന്നോ മൃദുലമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഭാവത്തിൽ, അങ്ങനെ അത്രയും സുന്ദരിയായിട്ടുള്ള സീതയാ സമം, സമാനനയാ സമം എന്നാൽ സീതയോടുകൂടി
ലീലയ ആ ശൃംഗാര ചേഷ്ടകളൊക്കെയായി കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് താമ്പൂല ചർവണാദ്യൈഹി താമ്പൂലം ചവയ്ക്കുകയാണ്. അപ്പോ ഭർത്താവിന്റെ വായിലേക്ക് ആ താമ്പൂലമൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ രണ്ടുപേരും അങ്ങനെ അനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം, അങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്താണ് ആലോകനാർത്ഥം ശ്രീരാമചന്ദ്രനെ കാണുവാൻ വേണ്ടി മഹാമുനി നാരദ മഹർഷി ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ. മഹാമുനിയാണ്, മഹർഷിയാണ്. അപ്പോ ഭഗവാൻ മഹാമുനി വരിക എന്ന് വെച്ചാൽ ഭൂമി അലങ്കരിക്കപ്പെട്ടു എന്നർത്ഥം. ഇനി എങ്ങനെയുള്ള നാരദൻ? മുഗ്ധ ശരചന്ദ്രതുല്യ തേജസ്, ശരത്കാലത്തെ ആ പൂർണ്ണ ചന്ദ്രനെ പോലെ തെളിഞ്ഞ തുല്യ തേജസ്സോടുകൂടി, ആ തേജസ്സോടുകൂടി ഒപ്പം ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായിട്ട് ശുദ്ധമായ സ്ഫടികം പോലെ തിളങ്ങുകയാണ് നാരദ മഹർഷി. അങ്ങനെയുള്ള ശരീരത്തോടുകൂടി സത്വരം പെട്ടെന്ന് തന്നെ അമ്പരത്തിങ്കൽ നിന്ന് ആദരാൽ, ആ ആകാശദേശത്ത് നിന്ന് ആദരാൽ തത്രയേവ അവിടെ തന്നെ വേഗാൽ അവതരിച്ചിടിനാൻ. ആ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ നേരിട്ട് വന്നു. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. മഹാത്മാക്കൾ വീട്ടിൽ വരുമ്പോ അങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കും. അപ്പൊ ഇവിടെ ഇനി ശ്രീരാമചന്ദ്രൻ താൻ മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന രീതിയിലേ അല്ല, ഒരു ഗൃഹസ്ഥൻ എങ്ങനെ പെരുമാറണം, ഒരു മഹാത്മാവിനോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. എഴുന്നേറ്റ് സാദരം നാരീമണിയായ ജാനകി തന്നോടും. അപ്പൊ ഉടനെ തന്നെ സീതാദേവിയും കൂടെ പോവുകയാണ്. പാരിൽ വീണാശു, അങ്ങനെ നേരെ ഭൂമിയിൽ വീണിട്ട് കാൽ തൊട്ട് നമസ്കരിക്കുകയാണ്. കാലിൽ തൊട്ട് നമസ്കരിച്ചിടിനാൻ. പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പിന്നീട് പാദ്യ ആസന ആചമനീയ അർഘ്യപൂർവകം, പാദ്യം കാല് കഴുകിക്കാനുള്ള വെള്ളം കൊടുത്തു. ആസനം ഉത്തമമായ ആസനത്തിൽ ഇരുത്തി. ആചമനീയമെന്നാൽ വീണ്ടും ഒരു അതിഥിയെ പൂജിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ വെള്ളം, അങ്ങനെയുള്ള വസ്തുക്കൾ, അതിനെയൊക്കെയാണ് ആചമനീയം എന്ന് പറയുക. അതുപോലെ തന്നെ അർഘ്യം, അപ്പോഴും നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഒക്കെ ആദരപൂർവം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനെയാണ് അർഘ്യം എന്ന് പറയുക. ഇങ്ങനെയുള്ള അർഘ്യപൂർവകം ഇതൊക്കെ ആയിട്ട് ആദ്യേന പൂജിതനായൊരു നാരദൻ ആദ്യം തന്നെ കണ്ട ഉടനെ തന്നെ വേഗം എഴുന്നേറ്റ് സീതാദേവിയും എല്ലാവരും ചേർന്ന് ശ്രീരാമചന്ദ്രനോട് ചേർന്നിട്ട് ഇതൊക്കെ വെച്ച് നാരദനെ പൂജിക്കുകയാണ്. അങ്ങനെ നാരദൻ പറഞ്ഞു, രാഘവനോട് പറയുകയാണ് ഇരിക്കാൻ. അതാണ് തൻ നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ. അപ്പോ നാരദ മഹർഷി രാമചന്ദ്രനോട് ഇരിക്കാൻ പറഞ്ഞു. അതാണ് തൻ നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. തന്റെ ആ ബഹുമാനം എങ്ങനെയൊക്കെ നമ്മുടെ ആ ശരീരഭാഷ കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളോടുള്ള ബഹുമാനം കാണിക്കാം. അങ്ങനെ നന്ദിച്ചു, അത്രയും ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ സാദരം ഇരുന്നു. മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. ആ മുനിശ്രേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു, വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. ഇപ്പോഴിതാ നാനാവിഷയ സംഘം പൂണ്ടുമേവിന. ഞങ്ങളെ പോലുള്ള ലൗകികർ, അതാണ് ആദ്യം പറഞ്ഞത്. ഇനി ഭഗവാൻ സംസാരിക്കുന്ന ഭാഷ ഒരു ലൗകികന്റെ ഭാഷയാണ്. ഞങ്ങളെ പോലെ നാനാവിഷയത്തിൽ സംഘം പൂണ്ട്, അതിലങ്ങോട്ട് സംഘം ചേർന്നിട്ട് അതിനോട് ഒട്ടിപ്പിടിച്ച് മേവിന, അങ്ങനെ മേവുന്ന, അങ്ങനെ ജീവിക്കുന്ന മാനസത്തോട്, അങ്ങനെയുള്ള ചിന്തകളോടുകൂടിയുള്ള സംസാരികളായുള്ള വെറും ലൗകികരായിട്ടുള്ള മാനവന്മാരായ ഞങ്ങൾക്ക്, ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം, മഹാജ്ഞാനിയായിട്ടുള്ള അങ്ങയുടെ ഈ പാദപങ്കജം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. ഞങ്ങളുടെ ഭാഗ്യമാണ് അങ്ങിപ്പോൾ ഞങ്ങളുടെ അന്തഃപുരത്തിൽ വന്നത്. കാരണം ലൗകികരായ ഞങ്ങൾക്ക് അങ്ങയെ പോലുള്ള മുനിമാരെ കാണുക എന്നത് തന്നെ അതിദുർലഭമായ കാര്യമാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുകയാണ്.
പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ, ഇത് കാണിച്ചു തരാനാണ്. അല്ലാതെ ഒരിക്കലും ഭഗവാൻ അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ഒരു ലൗകികൻ എങ്ങനെയാണോ അത് നമുക്ക് ഇവിടെ ഭൂമിയിൽ വന്ന് അവതരിച്ച് നമുക്ക് കാട്ടിത്തരികയാണ് ഭഗവാൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു മഹാത്മാക്കളോട് പെരുമാറുമ്പോൾ എന്ന് കാണിക്കാൻ പറയുകയാണ്. പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണാൻ അവകാശവും വന്നു. അതുകൊണ്ടായിരിക്കാം, ഞാൻ എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോ അങ്ങയെ കാണാൻ ഭാഗ്യം ലഭിച്ചത്. പുണ്ടരീകോദ്ഭവപുത്ര, പുണ്ടരീകോദ്ഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ളല്ലയോ മഹാമുനെ, എന്നുടെ വംശവും ജന്മവും രാജ്യവും എല്ലാം ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇനി എന്ത് കാര്യമെന്നും പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ. അങ്ങനെ വെറുതെ എവിടെയും പോകാറില്ല. അപ്പൊ എന്തോ കാര്യമുണ്ട്, പറയൂ എന്താണ്? എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി, എന്താണ് അങ്ങയുടെ മനസ്സിൽ, എന്ത് കാര്യത്തിനാണ് അങ്ങിപ്പോൾ വന്നത് എന്ന് സന്തോഷമുൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം. അങ്ങ് എന്നോട് പറയാൻ ദയവുണ്ടാകണം. വീണ്ടും അവിടെ ഒരു വിനയാന്വിതനായ ഒരു ലൗകികനെ പോലെ സംസാരിക്കുകയാണ്. മന്ദനെന്നാകിലും എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എന്നാലും കാരുണ്യമുണ്ടെങ്കിൽ, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ അങ്ങ് എന്തിനാണോ വന്നത് അതൊരു പക്ഷെ എനിക്ക് സാധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരും. ഇത്തമാകർണ്യ, ഇതൊക്കെ കേട്ടിട്ട് നാരദമുനി ഉള്ളിൽ ചിരിക്കുകയാണ്. രഘുവരൻ തന്നോട് മുഗ്ധഹാസേന, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, ഇതാരോടായി പറയുന്നത് എന്ന് മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ, ആ മനുവീരൻ, മനുശ്രേഷ്ഠൻ, മാനവവംശത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ നോക്കി സരസമരുൾ ചെയ്തു. സരസമായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് മുഗ്ധഹാസത്തോടെ ഇപ്രകാരം നാരദ മഹർഷി പറഞ്ഞു. എന്തിന് ഇന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ എന്തിനാണിങ്ങനെ മോഹവാക്കുകൾ, ഒരു നടനെപ്പോലെ, ഒരു സാധാരണ ലൗകികനെ പോലെ അങ്ങ് അഭിനയിക്കുകയാണല്ലോ. എന്നിട്ട് എന്നെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞ് മോഹിപ്പിപ്പതിന് നീ സന്തതം, ഇപ്പോ കുറെ നേരമായി എന്നോട് സംസാരിക്കുന്നു, ലോകാനുകാരികളായി അതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും, ഒരു തികച്ചും ഒരു ലൗകികനെ പോലെ, അതാണ് ലോകാനുകാരികളായി, ഒരു ലൗകികനെ പോലെ അങ്ങ് ആയി മാറിയതുപോലെ തോന്നുന്നു. എന്നിട്ട് വളരെ ചാതുര്യമുള്ള, വളരെ സമർത്ഥമായിട്ടുള്ള വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. അങ്ങിതൊക്കെ പറയുമ്പോ എന്താ പറയേണ്ടത്? ആദരിക്കേണ്ട വ്യക്തി തന്നെ ആദരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ജാള്യത, നമ്മൾ ആരെങ്കിലും ആദരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ തിരിച്ച് നമ്മെ ആദരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ജാള്യതയോടുകൂടെയാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അങ്ങിപ്പോ സംസാരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ, എന്റെ മനസ്സിൽ ആ ഒരു ലൗകികനെ പോലെയുള്ള ആ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഞാൻ ഇളകിപ്പോകും. അതായത് അങ്ങയെ ബഹുമാനിക്കേണ്ട ഞാൻ സ്വയം ബഹുമാനിതനായെന്നതുപോലെയൊക്കെ ഇരിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു മോഹവും വരികയില്ല. എൻ്റെ മനസ്സിൽ അങ്ങയെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ ഉള്ളയാള് തന്നെയാണ് ഞാൻ. എന്നാൽ പോലും ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും തീർച്ചയായും അങ്ങിപ്പോൾ ഒരു നടനെ പോലെ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനായി വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു ലൗകികനെ പോലെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. അങ്ങയെപ്പോലെ ഉത്തമനായിട്ടുള്ള ആളുകൾ മനുഷ്യാവതാരം ധരിച്ച് ഭൂമിയിൽ വരുമ്പോൾ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയെ എന്ന പോലെ തന്നെ അങ്ങ് സംസാരിക്കണമല്ലോ.
അതെനിക്ക് മനസ്സിലാകും. ഇനി അങ്ങ് പറഞ്ഞു ഞാൻ സംസാരിയാണ് എന്ന് നേരത്തെ പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ള സംസാരികൾക്ക് നാരദ മഹർഷിയായ അങ്ങയെ പോലുള്ളവരുടെ സംസർഗം, ആ ഒരു ദർശനം കിട്ടുന്നത് തന്നെ വളരെ വലിയ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുവല്ലോ. സത്യത്തിൽ അങ്ങാ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം യോഗീശനായ നീ സംസാരി ഞാനൊരു സംസാരിയാണെന്ന് ലോകേശ ചൊന്നത് അങ്ങ് ചൊല്ലിയല്ലോ. അത് തീർച്ചയായും സത്യമത്രേ ദൃഢം. അത് സത്യം തന്നെയാണ്. എന്തുകൊണ്ട് സത്യം? സർവജഗത്തിനും കാരണഭൂതയായിട്ട്, ഇവിടെ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവാൻ കാരണഭൂതയായിട്ട് സർവമാതാവായ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയായിട്ടുള്ള മായാഭഗവതി, ആ മായാഭഗവതി ഗൃഹിണിയായും പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നത് നിർണയം. അങ്ങാകട്ടെ ഈ പ്രപഞ്ചമാകുന്ന ഗൃഹത്തിലെ ജഗത് പിതാവാണ്, ഗൃഹസ്ഥനാണ് അങ്ങ്. സത്യമാണ് പറഞ്ഞത്. അങ്ങ് സംസാരിയാണ്. കാരണം ഈ ലോകമാണ് അങ്ങയുടെ ഗൃഹം. അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവൻ സംരക്ഷകനാണ്, പിതാവാണ്. അങ്ങയുടെ ഗൃഹിണിയായിട്ടുള്ള ദേവി സീതാദേവിയാകട്ടെ എല്ലാവർക്കും അമ്മയുമാണ്. അപ്പൊ പിന്നെ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. ഈരേഴു ലോകവും നിന്റെ ഗൃഹം. അപ്പോൾ അപ്പൊ ഈരേഴു ലോകവും നിന്റെ ഗൃഹമാകുമ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും അങ്ങീ പറഞ്ഞതുപോലെ ഞാനൊരു ഗൃഹസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞത് തീർച്ചയായും സത്യം തന്നെയാണ്. നിന്നുടെ സന്നിധി മാത്രേണ, പരമാത്മാവായ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. അതിൽ നിന്ന് മായയിൽ നിന്ന് ജനിക്കുന്നു നാനാപ്രജകളും. ഈ ലോകത്തിലെ മുഴുവൻ സൃഷ്ടിയും നടക്കുന്നത് അങ്ങയുടെ സങ്കല്പത്താലാണ്. അങ്ങയുടെ സങ്കല്പം അറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതി മായയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അർണോജ സംഭവനാദി തൃണാന്തമായി, അർണോജ സംഭവൻ ആദ്യ സൃഷ്ടിയായ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് തൃണാന്തം, ഒരു പുൽക്കൊടി പോലും ഒന്നുപോലും ഒഴിയാതെ ചരാചര ജന്തുക്കൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാം ഭഗവാനെ ഒക്കവേ നിൻ അപത്യം, എല്ലാം അങ്ങയുടെ മക്കള് തന്നെയാണ്. പുനരാകയാലൊക്കും. അപ്പൊ പിന്നെ തീർച്ചയായും അങ്ങ് പറഞ്ഞത്, സംസാരി എന്നത് പറഞ്ഞത് തീർച്ചയായും ഒക്കും. അതിന് ഒരു ചേർച്ചയുണ്ട്, സത്യമാണ്. ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവദാ, ഈ ലോകത്തിലെ എല്ലാ ജന്തുക്കൾക്കും എല്ലായ്പ്പോഴും മുഖ്യനാകും, അവരെ സംരക്ഷിക്കുന്നത് അവരുടെ പിതാവായതും നീയല്ലോ ഭഗവാനെ. ശുക്ല രക്ത അസിതവർണ്ണ ഭേദം പൂണ്ട്. ശുക്ലവർണം വെളുത്ത വർണ്ണം, രക്തം ചുവപ്പ്, അസിതം പച്ചയെന്നും പറയും, ചിലപ്പോൾ അതിനെ കറുപ്പ് എന്നും പറയും. ഇത് 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന നിറങ്ങളാണ്. സത്വഗുണത്തെ സൂചിപ്പിക്കാനാണ് വെളുപ്പ്, രക്തം ചുവപ്പ് വർണ്ണം രജോ ഗുണത്തെയും, അസിതവർണ്ണം അത് തമോ ഗുണത്തെയും. അത് പച്ചയെന്നും നല്ല കടും പച്ച അല്ലെങ്കിൽ ഒരു കറുപ്പടിക്കുന്ന പച്ച എന്നും പറയാറുണ്ട്. ഇങ്ങനെ ഈ 3 ഗുണങ്ങളിലുള്ള മനുഷ്യരെയാണ്, ആളുകളെയാണ്, അതാണ് സത്വരജസ് തമോനാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. ഇത് 3 കൂടി ചേർന്ന, എന്നാൽ ഇതിനോടൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ മായാഭഗവതി ഇത് 3 കൂടി ചേർന്ന് അതിൻ്റെതായ പാകത്തിൽ ഓരോരുത്തരെ ഇവിടെ സൃഷ്ടിച്ചു വിടുകയാണ്. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. ഈ സത്വങ്ങളെ, അതായത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ജനിപ്പിക്കുന്നത് അങ്ങയുടെ പത്നിയായിട്ടുള്ള ആ വിഷ്ണു മായ തന്നെയാണല്ലോ. സത്യം ത്വയോക്തം, അതിനില്ല സംശയം. അപ്പൊ പിന്നെ അങ്ങ് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പുത്രമിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സാധാരണ ഒരു ലൗകികൻ എങ്ങനെയാണ് തന്റെ പുത്രന്മാരോട് അത്രയും വാത്സല്യം, മിത്രം, ഒരു ലൗകികന് എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടാവും. ഒപ്പം അർത്ഥം, ധനം സമ്പാദിക്കണം, കളത്രം, ഭാര്യ,
ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ സക്തനായിട്ടുള്ള സക്തൻ, അവയോടൊക്കെ ഒരു വാത്സല്യം, അവയൊക്കെ സംരക്ഷിച്ചു നിർത്തേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലാണ് ഒരു ഗൃഹസ്ഥൻ മഹാമതേ. അങ്ങനെയാണല്ലോ ഭഗവാനെ. ഇങ്ങനെ ലോകത്രയ മഹാഗേഹത്തിന് ഈ 14 ലോകങ്ങളെ ചുരുക്കി പറയുന്നതാണ് 3 ലോകങ്ങൾ. ഭൂർഭുവ സ്വഹ. ഇങ്ങനെ 3 ലോകമാകുന്ന മഹാഗേഹം, മഹാഗൃഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും അങ്ങ് തന്നെയാണ് ഇവിടുത്തെ ഗൃഹസ്ഥൻ, ഒരു സംശയവും വേണ്ട. ഇനി ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ പുല്ലിംഗമുണ്ടോ അതൊക്കെ അങ്ങാണ്, ഏതൊക്കെ സ്ത്രീലിംഗമുണ്ടോ അതൊക്കെ ദേവിയാണെന്ന് പറയുന്നു. അതിനു മുമ്പായിട്ട് ചില ഉദാഹരണങ്ങൾ തന്നെ പറയുകയാണ്. നാരായണൻ നീ, സാക്ഷാൽ നാരായണൻ നീയാണ്. ഭാര്യയായ രമാദേവി ശ്രീ മഹാലക്ഷ്മി ജാനകി. മാരാരിയും നീ ഉമാദേവി ജാനകി. മാരാരി പരമശിവൻ, പരമശിവനാണ് നീ. ഉമാദേവിയായ പാർവതി ജാനകിയാണ്. സാരസ സംഭവനായതും നീ, ബ്രഹ്മാവ് ഭഗവാനെ അങ്ങ് തന്നെയാണ്. തവ ഭാരതീ ദേവിയാകുന്നത്, അങ്ങയുടെ ആ ഭാര്യാസ്ഥാനത്തുള്ള സരസ്വതി ദേവിയാകട്ടെ അത് ജാനകിയാണ്. ആദിത്യനല്ലോ ഭവാൻ, അങ്ങ് സൂര്യനാണ്. അപ്പോൾ അങ്ങയുടെ ഭാര്യ പ്രഭ, അതിന്റെ പ്രഭയായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഭാര്യ ജാനകിയാണ്. ശീതകിരണൻ നീ, ചന്ദ്രൻ നീയാണ്. അപ്പോൾ രോഹിണി ജാനകിയാണ്. ആദിതേയ അധിപൻ, ആദിതേയന്മാർ ദേവന്മാർ, ദേവന്മാരുടെ അധിപൻ ഇന്ദ്രൻ നീയാണ്. അപ്പോൾ ശചി, ശചീദേവി ജാനകിയാണ്. ജാതവേദസ്, അഗ്നി നീയാണ്. സ്വാഹ, അഗ്നിയുടെ പത്നിയായിട്ടുള്ള സ്വാഹ, മഹീസുതയായിട്ടുള്ള ഭൂമിപുത്രിയായ ഈ സീതാദേവിയാണ്. അർക്കജൻ നീ, അർക്കജൻ സൂര്യന്റെ പുത്രനായിട്ടുള്ള യമദേവൻ നീ തന്നെയാണ്. ദണ്ഡനീതിയും, ആ യമന്റെ ഭാര്യയായ ദണ്ഡനീതിയും ജാനകിയാണ്. രക്ഷോവരൻ ഭവാൻ, നിറുതി എന്ന അഷ്ടദിക്പാലകരിൽ ഒരാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ദേവന്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ തെക്കോട്ടെടുക്കുക എന്ന് പറയും. മരണസമയത്ത് നമ്മെ പിന്തുടരുന്ന ദേവൻ, അല്ലെങ്കിൽ ആ വഴിയിലൂടെയാണ് മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത്, അങ്ങനെയുള്ള ദേവൻ. പുഷ്കരാക്ഷൻ, ചിലയിടത്ത് പുഷ്കരേന്ദ്രൻ എന്നും കാണുന്നുണ്ട്. പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി. വരുണനാണ് പുഷ്കരേന്ദ്രൻ, വരുണൻ അത് അങ്ങാണ്. ഭാര്യയായ ഭാർഗവി ദേവി സീതയാണ്. ശക്രദൂതൻ നീ, വായുഭഗവാൻ നീയാണ്. സദാഗതി, ഭാര്യയായ സദാഗതി അത് ജാനകി ദേവിയാണ്. രാജരാജൻ ഭവാൻ, കുബേരൻ അങ്ങാണ്. ഭാര്യയായ സമ്പത്കരി ആ ദേവി സീതയാണ്. രാജരാജൻ നീ, ഇവിടത്തെ രാജരാജന് ചക്രവർത്തി, ഒരുപാട് രാജ്യം തന്റെ അധീനതയിൽ ആവുന്ന ആളാണ് ചക്രവർത്തി. അപ്പോ രാജ്യം എന്നാൽ ഭൂമി, ആ ഭൂമി സ്വന്തമാക്കുന്നയാൾ ചക്രവർത്തി. അങ്ങനെ ചക്രവർത്തിയുടെ ഭാര്യയായിട്ട് വസുന്ധര, ഭൂമി ജാനകിയാണ്. രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ, ആ രുദ്രസ്വരൂപനായിരിക്കുമ്പോൾ അങ്ങ് തന്നെയാണ് ആ ദേവൻ. രുദ്രാണി ജാനകി. സ്വർദ്രുമം നീ, സ്വർഗലോകത്തെ വൃക്ഷമായ കൽപ്പവൃക്ഷം പാരിജാതം നീയാണ്. അതിന്റെ ലതാരൂപിണി, അതിൽ വള്ളിച്ചെടികളായിട്ടിരിക്കുന്നത് ജാനകിയാണ്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം, എന്തൊക്കെ ഈ ലോകത്ത് പുല്ലിംഗവാചകമുണ്ടോ വേദാന്ത വേദ്യ തത്സർവവും ഏവ നീ, അതങ്ങ് തന്നെയാണ്. ഇനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം, യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. അങ്ങനെ ഈ ലോകത്ത്
പുല്ലിംഗവാചകം ഏതൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനാണ്, ഏതൊക്കെ സ്ത്രീലിംഗമുണ്ടോ അതൊക്കെ ദേവിയുമാണ്. നിങ്ങൾ ഇരുവരുമെന്നിയേ. അപ്പൊ ഇവിടെ അപ്പൊ നപുംസകലിംഗം ഇല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ആ ലിംഗങ്ങൾക്കുമുണ്ട് ഒരു സ്ത്രീ പുരുഷ ഭേദം എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ സ്വർദ്രുമം നീലതാരൂപിണി ജാനകി എന്ന് പറഞ്ഞു. വൃക്ഷമാണെങ്കിൽ അതിന് വള്ളിയായിട്ടിരിക്കുന്നത് ജാനകി ദേവിയാണ്. അപ്പം നമ്മൾ നപുംസകലിംഗം എന്ന് പറയുന്നതും എല്ലാം അവിടെയും ദേവിയും ദേവനുമാണ്, ഭഗവാനും സീതാദേവിയുമാണ്. നിങ്ങൾ ഇരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല. എങ്ങനെ നോക്കിയാലും ഇതല്ലാതെ ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? അപ്പോ എവിടെയും ഭഗവാനെ അങ്ങ് മാത്രമല്ലേ ഉള്ളൂ, കേൾപ്പാനുമില്ലല്ലോ. അങ്ങയെ കുറിച്ചല്ലാതെ വേറെ എന്തിനെ കുറിച്ചാ കേൾക്കേണ്ടത്? കാരണം കേൾക്കുന്നതൊക്കെ അങ്ങാണ്, കാണുന്നതൊക്കെ അങ്ങാണ്. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പദേ, അങ്ങാണിതെല്ലാം. അപ്പൊ ഇങ്ങനെയൊരു ആ ഒരു ബോധത്തിലേക്ക് എത്തി അങ്ങയെ സേവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, അത് ജ്ഞാനികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ലോക സൃഷ്ടിയെ കുറിച്ച് ഒന്ന് പറയുകയാണ്. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. ഈ പ്രപഞ്ചം സൃഷ്ടി നടത്തുന്നതിന് മുൻപേ ഇവിടെ അൺമാനിഫെസ്റ്റഡ് ആയിട്ട്, അതായത് ആ രൂപമാണ് പിന്നീട് സൃഷ്ടി നടത്തണം എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രപഞ്ചമായിട്ട് കാണുന്നത് ആ ഭഗവാനെയാണ്. അപ്പോ അവ്യാകൃതമായിട്ടിരിക്കുക, അവ്യക്തമായിട്ട് ആദ്യം ഉണ്ടാകുന്നത് മൂലപ്രകൃതിയാണ്. അപ്പൊ ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ചൈതന്യവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ അവ്യാകൃതം, അവ്യക്തമായ ഒരവസ്ഥ, അതിൽ നിന്നാണ്, ആ ശൂന്യതയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഗാഠനിദ്രയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഇരുട്ടാണ്, ഒരു അവ്യക്തമായ ഒരു ദശയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ആ അവ്യക്ത ദശയിലേക്കാണ് നമ്മൾ ഉറക്കത്തിലേക്ക്, ഗാഠനിദ്രയിലേക്ക് പോകുന്നത്. ആ ഗാഠനിദ്രയിൽ നിന്ന് ഉണരുന്നതും ആ അവ്യക്തത്തിൽ നിന്നാണ്. ഇതേപോലെ ഈ പ്രപഞ്ചത്തിനുമുണ്ട് ഒരു അവ്യക്ത ദശ. ആ അവ്യക്തത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ പരമാത്മാവിനെ മറച്ചുകൊണ്ട് ആദ്യമുണ്ടാകുന്ന ആവരണം അതാണ്. പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം. മഹത്തത്വം എന്നൊരു ആവരണമാണ് ആദ്യമുണ്ടാകുന്നത്. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ആ ഹൃദയമാകുന്ന അവ്യക്തത്തെ മറയ്ക്കുന്ന, കാരണം ഹൃദയത്തിലാണ് ഈശ്വരൻ അവിടെ കുടികൊള്ളുന്നത്. അത് നമുക്കറിയാതെ പോകുന്നത് ഈ മറ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ മറ എന്ന് പറയുന്നത് ബുദ്ധിയാണ്, ബുദ്ധിയുടെ തലം. അപ്പൊ ആ ബുദ്ധിയുടെ തലത്തിലുള്ള ആവരണമാണ് ആദ്യത്തെ ആവരണം. ഇതേപോലെ പ്രപഞ്ചത്തിൽ മഹത്തത്വം, അതായത് ബുദ്ധിയുടെ ഒരു ടോട്ടാലിറ്റി, അതിനെയാണ് സമഷ്ടി എന്ന് പറയും. വേദാന്ത ഭാഷയിൽ സമഷ്ടി എന്നാൽ ടോട്ടാലിറ്റിയാണ്, വ്യഷ്ടി എന്നാൽ ഇൻഡിവിജ്വൽ. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയിൽ എങ്ങനെയൊക്കെയാണോ ആ ഈശ്വരൻ പ്രവർത്തിക്കുന്നത്, അതേപോലെയാണ് ഈ പ്രപഞ്ചത്തിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അവനവനെ അറിഞ്ഞാൽ ഈ ലോകത്തെ അറിയാം. മഹത്വത്വം അതിൽ നിന്നുണ്ടായി, മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. ഇവിടെ ഈ ബുദ്ധിയെ മറച്ചുകൊണ്ട്, ബുദ്ധിക്ക് അപ്പുറത്തായിട്ടുള്ള അടുത്ത ആവരണമാണ് മനസ്സ്, സൂക്ഷ്മ ശരീരം. ഇതേപോലെ ഇവിടെ വിശ്വമനസ്സ് എന്നൊന്നുണ്ട്, അത് സമഷ്ടിയിൽ. ഇനി സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീപതേ, അല്ലയോ ഉർവീപതേ ഭൂമിപതേ. സർവാത്മകം, ഞാൻ എന്ന വ്യക്തിബോധത്തെ ഉണർത്തുന്ന സർവാത്മകമായിട്ടുള്ള ലിംഗം, സൂക്ഷ്മ ശരീരത്തിലെ ഒരു ഭാഗമാണ് പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി. അതിന്റെ പേരാണ് അഹങ്കാരം. ഞാൻ എന്ന സത്യത്തെ മറയ്ക്കുന്ന ആവരണം. ആദ്യത്തേത് ബുദ്ധി,
പിന്നെ അടുത്ത ആവരണം മനസ്സ്. ആ ആവരണത്തെ മറച്ചുകൊണ്ട് അഹങ്കാരം വിക്ഷേപിക്കുകയാണ്, പ്രൊജക്ഷൻ ആണ് പിന്നെ നടക്കുന്നത് അവിടെ. അതാണ് മായയുടെ രണ്ട് സ്വഭാവം എന്നത്. ആദ്യം ഈ പരമാത്മ സത്യത്തെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ നിന്ന് മറയ്ക്കുന്നു. അതിനാണ് ആദ്യത്തെ ആവരണം, മഹത്തത്വത്തിന്റെ ആവരണം. പിന്നെ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെതായ ആവരണം. അതിൽ നിന്നാണ് ഈ അഹങ്കാരം. അഹങ്കാരം എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേരാ പറയുക. പല ശരീരങ്ങൾക്കും പല പേരുകൾ നമ്മൾ ഇട്ട് വിളിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ജീവനാണ്. അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല, കാരണം ഈ ആവരണം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഈ ആവരണത്തിനപ്പുറത്തേക്ക് ഞാൻ അല്ലാത്ത ഒന്നായിട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അഹങ്കാരം. അതുകൊണ്ടാണ് ഈ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പേര് പറയും, സ്ഥലം പറയും, അച്ഛനാര്, അമ്മയാര്, എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ സ്വത്വത്തെ മറച്ചിട്ട് നമ്മളല്ലാത്തതൊക്കെ നമ്മളാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അഹങ്കാരമാണ്. ഈ അഹങ്കാര ബുദ്ധി പിന്നീട് പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ. ഈ അഹങ്കാരത്തിൽ നിന്നാണ് പിന്നീട് പഞ്ചപ്രാണൻ, 5 പ്രാണൻ, പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനൻ ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ഇന്ദ്രിയജാലം, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇവയൊക്കെ കൂടി ചേർന്ന ഇതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന്, അന്തഃക്കരണം എന്ന് പറയുന്നത്. ഇനി ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ജന്മ, മൃതി, സുഖ, ദുഃഖാദികൾ. ജനനവും മരണവും ഒക്കെ ശരീരത്തിനാണ്. അപ്പൊ ആ ശരീരമാണ് ഇവിടെ നശിക്കുന്നത്. ശരീരം നശിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്നതാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരമാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സൂക്ഷ്മ ശരീരം പിന്നീട് ഒരു ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അതിനെ ജനനം എന്ന് പറയും. ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെ മരണം എന്ന് പറയും. ഈ സൂക്ഷ്മ ശരീരത്തിൽ തന്നെയാണ് ഈ പറയുന്ന സുഖം, ദുഃഖം ഇതൊക്കെ അനുഭവപ്പെടുന്നത് നമ്മുടെ അന്തഃക്കരണത്തിലാണ്, മനസ്സിലാണ്. ഇങ്ങനെ ഈ മനസ്സിനെയും ചൈതന്യവത്താക്കിക്കൊണ്ടുള്ള ആ ഒരു സത്ത്, അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിനെയാണ് നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും. ജീവസത്ത്, ജീവാത്മാവായിട്ടിരിക്കുന്ന ആ സത്യത്തെ നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? ഇത്രയും ആവരണങ്ങളാണ് അവിടെ. ആ ആവരണങ്ങൾ പൊളിച്ച് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ താത്വികമായ സത്യത്തെ അറിയണം. ചൊല്ലാവതല്ലാതെ അനാദ്യ അവിദ്യാഖ്യയെ. അനാദി, അനാദി എന്നാൽ ഇത് ഈ അവിദ്യ, അവിദ്യ എന്ന് പറഞ്ഞ അജ്ഞത, മായാപ്രകൃതി, അജ്ഞതയിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഇത് എപ്പോ തുടങ്ങി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അനാദിയായിട്ടുള്ള അവിദ്യ, അവിദ്യ എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ അവിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. ഇത് തികച്ചും വേദാന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനാണ് ഞാൻ രണ്ടും താരതമ്യപ്പെടുത്തി പറഞ്ഞത്. അപ്പൊ ഇതിനെയാണ് കാരണോപാധി എന്ന് പറയുന്നത്. അവിദ്യ, അവ്യക്തമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ആ, നേരത്തെ പറഞ്ഞു, ഗാഠ സുഷുപ്തിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടോ ഈ ലോകത്തെ കുറിച്ച്? ഇല്ല, അവ്യക്തമാണ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയാം, പക്ഷെ എപ്പോ ഉറങ്ങിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പിറ്റേന്ന് എഴുന്നേറ്റാലും പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ 10 മണി കൃത്യത്തിന് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങാൻ പോയി എന്ന് പറയാം, പക്ഷെ ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. അത് അവ്യക്തമാണ്. എന്നാൽ ഈ അവ്യക്തം എപ്പോ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. അതാണ് അനാദി. അത് നമ്മുടെ ഗാഠനിദ്രയുടെ കാര്യമല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഈ അവിദ്യയിലാണ്. അത് എപ്പോ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഇതിനെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. ഇനി ഓരോ വ്യക്തികളിൽ പറയുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിത്രയം. നമ്മുടെ ഈ ജീവന് ഈ ലോകത്തെ അനുഭവിക്കുന്നത് ഈ 3 ശരീരത്തിലൂടെയാണ്. സ്ഥൂല ശരീരം, നമ്മളുടെ ഈ ബാഹ്യമായ ശരീരം.
സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ അന്ധക്കരണം, പഞ്ചപ്രാണൻ, ജ്ഞാനേന്ദ്രിയം, ഇതൊക്കെ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിൽ പെടുന്നു. ഇനി കാരണ ശരീരം എന്ന് പറഞ്ഞാൽ ആ അവ്യക്ത ദശയിലുള്ള നമ്മുടെ ശരീരം. ഉറക്കത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു ആവരണമുണ്ട്. ആ ആവരണത്തെയാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. ഇതൊക്കെ കാരണമാണ് ചിത്ത്. ചിത്ത് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവൻ. ഈ ജീവന് ഈ ലോകത്തിൽ ഇടപെടുന്നത് ഈ 3 ശരീരങ്ങളെ കൊണ്ടാണ്. എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായത്. ഇതിനേക്കാളൊക്കെ വിശിഷ്ടം ആ ജീവസ്വരൂപനാണ്, ജീവസ്വരൂപമാണ്. അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. അപ്പൊ ഈ ജീവനെ അറിയുന്നവൻ അന്യൂനനായിട്ടുള്ള പരൻ, ഒരു ന്യൂനതയും സംഭവിക്കാത്ത ആ പരമാത്മ ചൈതന്യമായ പരമാത്മാവ്, അത് തന്നെയാണ് ഞാൻ എന്ന് ഏതൊരാൾ തിരിച്ചറിയുന്നുവോ തദ്വിയുക്തൻ, ഈ സംസാര സാഗരത്തിൽ നിന്ന് വിമുക്തി നേടിയ ഒരാൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് അനുഭവത്തിലൂടെ മനസ്സിലാവുകയുള്ളൂ. അതല്ലാത്തവർക്ക് ഈ പറയുന്ന മഹത്തത്വം എന്താ, ബുദ്ധി എന്താ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനപ്പുറം ഒന്നും ഇത് പറഞ്ഞു തരാനും പറ്റില്ല. കാരണം ഇത് അനുഭവിച്ചറിയേണ്ട സത്യമാണ്. നമ്മൾ ഒരു സ്വപ്നം കാണുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. മറ്റൊരാൾക്ക് വേണേ പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ അത് അനുഭവിച്ച് നമ്മൾ അറിയുകയാണ്. നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അതിൽ പേടിക്കുന്നത്, കരയുന്നത്, ചിരിക്കുന്നത് ഒക്കെ. ഇതൊന്നും മറ്റൊരാൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ അടുത്തൊരാൾ കിടന്നാൽ പോലും ഈ പറയുന്ന സ്വപ്നത്തിലുള്ള നമ്മുടെ അനുഭവമൊന്നും അവരാരും അറിയുന്നില്ല. അത് നമ്മുടെ സ്വയം അനുഭവമാണ്. ഇതുപോലെയാണ് ഒരു യോഗി ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ തത്വത്തെ അറിയുമ്പോഴാണ് ഈ പറയുന്ന ആവരണത്തെ മനസ്സിലാകുന്നതും ആ ആവരണത്തെ ഭേദിച്ചുകൊണ്ട് യോഗി ഓരോരോ ഘട്ടം കടന്നിട്ട് ആ പരമാത്മ ചൈതന്യത്തെ അറിയുന്നതും. അങ്ങനെയുള്ള ആ വിയുക്തൻ യോഗി മാത്രമേ ഇതൊക്കെ അറിയുന്നുള്ളൂ. അറിയുന്നത് എന്താണ്? സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി. ഈ ആവരണങ്ങളൊക്കെ പല കഷണങ്ങളുള്ള കണ്ണാടിയാണെന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആ കണ്ണാടിയിൽ പരമാത്മാവാകുന്ന ബിംബം അതിങ്ങനെ പ്രതിഫലിക്കുന്നു. അങ്ങനെ ആ ബിംബം പ്രതിഫലിക്കുമ്പോൾ സർവോപരിസ്ഥിതനായി, ഇതിനൊക്കെ അപ്പുറത്ത്, ഈ ആവരണത്തിന്റെ ഒക്കെ അപ്പുറത്ത്, എല്ലാറ്റിനും ഉപരിയായി സർവസാക്ഷിയായിട്ട്, ഈ ലോകത്തിൽ നടക്കുന്ന മുഴുവനും സാക്ഷിയായിട്ട് തേജോമയനാം പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. തേജോമയനായിട്ടുള്ള ആ പരമാത്മാവ്, ഇവിടെ അങ്ങയുടെ ബിംബം പ്രതിബിംബിച്ചാണ് ബിംബം. ഞങ്ങൾ ഈ കാണുന്ന ശരീരികളൊക്കെ തന്നെ അങ്ങയുടെ പ്രതിബിംബമാണ്. നിങ്കൽ നിന്നുണ്ടായി വരുന്നിത് ലോകങ്ങൾ. അങ്ങയിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും അങ്ങയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ അങ്ങയിലേക്കാണ് ഇത് തിരിച്ച് പോകുന്നത്. ഒരു സ്വർണത്തിൽ നിന്ന് സ്വർണാഭരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ സ്വർണാഭരണങ്ങൾ ഉണ്ടാകുന്നത് സ്വർണത്തിൽ നിന്ന്. ആ സ്വർണാഭരണങ്ങളായി നിൽക്കുമ്പോഴും അത് സ്വർണം തന്നെയാണ്. തിരിച്ച് അത് ഉരുക്കിക്കഴിഞ്ഞ് അതിന്റെ രൂപങ്ങളൊക്കെ മാറ്റിയാൽ തിരിച്ചത് ആയിത്തീരുന്നതും സ്വർണം തന്നെയാണ്. ഇങ്ങനെ പരമാത്മാവിൽ നിന്നുണ്ടായി പരമാത്മാവിൽ തന്നെ സ്ഥിതി ചെയ്ത് തിരിച്ച് പരമാത്മാവിലേക്ക് പോകുന്ന ജീവാത്മാക്കളാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം. നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധൗ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. ഇതൊക്കെ നിന്റെ ഒരു കളിയാണ്. കളി എന്ന് പറയാൻ കാരണം, ഭഗവാൻ എന്തിനാണ് ഈ ലോകം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇതേ ഉള്ളൂ. ഒരു കുട്ടി കളിക്കുമ്പോൾ എന്തിനാണ് മണ്ണപ്പം ചുട്ട് കളിക്കുന്നത് എന്ന് ആ കുട്ടിയോട് ചോദിച്ചാൽ എന്തുത്തരം കിട്ടും? എനിക്ക് തോന്നി, ഞാൻ കളിച്ചു.
ഇനി ആ മണ്ണപ്പം ചുട്ടിട്ട് വീടൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി കുട്ടിയെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് എല്ലാം കളഞ്ഞിട്ട് വരും. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് നീ എന്തിനാ കളഞ്ഞേന്ന് ചോദിച്ചാൽ എനിക്ക് കളയാൻ തോന്നി, ഞാൻ കളഞ്ഞു. അപ്പൊ എല്ലാം ആ കുട്ടിയുടെ ഒരു കളി. ഇതുപോലെ ഭഗവാനെ, ഈ പ്രപഞ്ചം എന്നത് നിനക്കൊരു ലീലയാണല്ലോ. ഇതിനൊക്കെ കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ. ഇനി ഈ ലോകത്തെ ഒരു സാധാരണക്കാരൻ കാണുന്നത് എങ്ങനെയാണ്? ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. ഒരു ചെറിയ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ചെറിയ അറിവെന്ന് വെച്ചാൽ നമ്മൾ പരമാത്മാവിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പ്രകാശമുണ്ട്. അപ്പൊ ഈ അരണ്ട വെളിച്ചത്തിലാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കയറ് കിടക്കുമ്പോൾ അറിയാതെ കാല് ചവിട്ടിപ്പോയ ആ കയറൊന്ന് തിരിഞ്ഞു മറിഞ്ഞു പോയാൽ അയ്യോ പാമ്പ് എന്ന് നമ്മൾ പറയും. എന്നാൽ കയ്യിലുള്ള ടോർച്ചടിക്കൂ എന്ന് പറഞ്ഞ് ടോർച്ചടിച്ചു നോക്കുമ്പോൾ ഓ, ഇത് പാമ്പായിരുന്നില്ല, കയറായിരുന്നു. ഇത് സ്ഥിരം വേദാന്തത്തിലെ ഒരു ഉദാഹരണമാണ്. കാരണം അതല്ലാതെ വേറൊരു നല്ലൊരു ഉദാഹരണം ഇല്ല. അതുകൊണ്ടാണ് ഇത് തന്നെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞു, ഈ അവിദ്യ അനാദിയാണ്. ഇതെപ്പോ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. അത് ഇതുകൊണ്ടാണ്. അതായത് ആ കയറിൽ പാമ്പ് എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിങ്ങൾ എപ്പോഴതിനെ പാമ്പായി ധരിച്ചുവോ അപ്പോഴതുണ്ടായി. അല്ലാതെ അത് തലേന്നേ അത് പാമ്പായിട്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോൾ ഈ ലോകത്തെ സത്യമെന്ന് കരുതുന്നുവോ അപ്പോൾ ഈ ലോകമുണ്ട്. എന്നാൽ എന്ന് ഒരു യോഗിയുടെ തലത്തിലെത്തി ഈ ലോകം സത്യമല്ല, ഈ ആവരണങ്ങളൊക്കെ നീക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് ആ പരമാത്മ ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ലോകമില്ലാതെയായി. അപ്പോൾ എത്ര കാലം ഒരാൾക്ക് ഈ അവിദ്യ നിൽക്കും? എപ്പോഴാണോ അത് പാമ്പല്ല കയറാണ് എന്ന് തിരിച്ചറിയുന്നത് അതുവരെ. അപ്പൊ എപ്പോ തുടങ്ങി അവിദ്യ? എന്ന് മുതൽ അതിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചുവോ അന്ന് മുതൽ ഈ അറിവില്ലായ്മ തുടങ്ങി. ഇതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഈ ലോകം എപ്പോ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോൾ ഈ ലോകത്ത് വന്നുവോ അന്ന് മുതൽ നമുക്ക് ഈ ലോകമുണ്ട്. നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാൽ നമുക്ക് ഈ ലോകമില്ല. രാത്രി ഉറക്കത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലോകമുണ്ടോ? ഇല്ല. തിരിച്ച് രാവിലെ ഉണരുമ്പോൾ ലോകമുണ്ട്. അപ്പൊ ഈ ലോകം എപ്പോ ഉണ്ടായി? നമുക്ക് ബോധമുള്ളപ്പോൾ ലോകമുണ്ട്, ബോധമില്ലെങ്കിൽ ലോകവുമില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു തത്വം. അതുകൊണ്ടാണ് ഈ അനാദിയാണ് എന്ന് പറയാൻ കാരണം. ഇത് ഓരോരുത്തരുടെ ഓരോ ബോധമാണ് ഈ ലോകം. അപ്പൊ ജീവനും രജ്ജുവിങ്കൽ സർപ്പം എന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. ആ കയറ് പാമ്പാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു. എപ്പോൾ നിങ്ങൾക്കത് ടോർച്ചടിച്ച് നോക്കാൻ തോന്നുന്നോ അപ്പോൾ ഭയം മാറി. ഇതുപോലെ ആ ഭഗവാനാകുന്ന സത്യമാണ് ഈ ലോകം മുഴുവൻ എന്ന് എപ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ഈ ലോകത്തോടുള്ള നമ്മുടെ ഭയം ഇല്ലാതെയാകുന്നു. അങ്ങനെ ആ ഭയം മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ ആ ബിംബസ്വരൂപനായ ചൈതന്യം ഈശ്വരൻ തന്നെയാണ് ഞാൻ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച വെറും സങ്കല്പമാണ്. അതാണ് ഈ അഹങ്കാരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചതാണ്. നീ ഇന്നയാളാണ്, നീ ഇന്നയാളുടെ മകനാണ്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ കാണിച്ചു തരികയാണ് ഒരു ഇന്ദ്രജാലം പോലെ. നമ്മൾ അതൊക്കെ കണ്ട് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ എന്ന് ഈ പാമ്പിനെ മാറി പാമ്പല്ല ഇത് കയറാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഭയം നീങ്ങുന്നത് പോലെ ഈ ലോകം സത്യമല്ല, ഈ ലോകം എന്നാൽ ആ ഈശ്വര ചൈതന്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ദുഃഖവും അത് തീരുമെന്നറിയുക. അപ്പോൾ നമ്മുടെ എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ചൈതന്യം
അതാണ് ഞാൻ, അതാണ് എൻ്റെ സ്വത്വം എന്ന് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്, ത്വത്കഥാ നാമ ശ്രവണാദി കൊണ്ട്, അങ്ങയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ആ ഭക്തിയുടേതായിട്ടുള്ള ഒരു ദ്രവീകരണം, ഉള്ളിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദ അശ്രു ഉണ്ടല്ലോ, ഉള്ളിലെ ഒരു വിങ്ങൽ, ആ വിങ്ങൽ കാണിക്കുന്നത് ആ ആവരണത്തിന്റെ കട്ടി കുറയുന്നു എന്നാണ്. അങ്ങനെ കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങയെക്കുറിച്ചുള്ള കഥാശ്രവണങ്ങൾ, അങ്ങയുടെ നാമം, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. കാരണം നമ്മൾ തന്നെയാണത്, നമ്മളെക്കുറിച്ച് തന്നെയാണ് പല അവതാരങ്ങളായിട്ട് വന്ന ഭഗവാനെ കുറിച്ച് പാടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ ആ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു അടുപ്പമായിട്ട്, ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധമായി മാറുന്നത്. കാരണം അതാണ് നമ്മളായിട്ടിരിക്കുന്ന ആ സത്യത്തോട് മാത്രമേ നമുക്ക് അത്രയധികം അടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതിനെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് എല്ലാ കഥാശ്രവണങ്ങളും. അതിനായിട്ടാണ് ഭഗവാൻ ഓരോ അവതാരമെടുത്ത് വന്ന് പല പല ലീലകളാടുന്നത്. ഇങ്ങനെ ഭക്തി വന്നു കഴിഞ്ഞാൽ ത്വത്പാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ അതങ്ങനെ മുഴുത്തു വരിക, പഴുത്ത് പാകമായി വരുമ്പോൾ ത്വത്ബോധവും മനക്കാമ്പിലുദിച്ചിടും. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും, ഇല്ല ഒരു സംശയം. അതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ തത്വജ്ഞാനം ഉദിച്ച ഒരുപാട് യോഗികൾ ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ടിവിടെ നാരദൻ പറയുകയാണ്, ത്വത്ഭക്ത ഭൃത്യ ഭൃത്യന്മാരിലേകനെന്ന്. അങ്ങയുടെ നേരെ ഭക്തനാകാനുള്ള ആ ഒരു യോഗ്യതയൊന്നും എനിക്കില്ല എങ്കിൽ ഭഗവാനെ, അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്റെ ഭൃത്യന്മാരിൽ ഏകൻ എന്ന് അത്രയും വിനയാന്വിതനായി പറയുകയാണ്. മാത്രമല്ല, ഭഗവാന്റെ ഭക്തനായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ആയിരിക്കുക എന്നതുപോലെയാണ്. അത്രയും മഹത്വം, പുണ്യമേറണം. അത്രയും പുണ്യമുള്ളവർക്കേ അങ്ങനെ ഒരു ഭക്തി സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറയുന്നു, എന്നെ അവരിൽ ഒരാളായിട്ട് കരുതണം. ആരാണ് ഈ ഞാൻ? അല്പജ്ഞനാം എന്നെയും. ഞാൻ അറിവില്ലാത്തവനാണ്, എനിക്ക് വളരെ കുറച്ച് അറിവേ ഉള്ളൂ. ആ എന്നെ അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്മാരിൽ ഒരാളായിട്ട് കാണാൻ ഭഗവാനെ ഒരു കരുതൽ ഉണ്ടാവണം. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. ഇനി ഭഗവാനും നാരദനും തമ്മിലുള്ള ബന്ധം എന്താണ്? ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത. ഒരിക്കൽ അങ്ങയുടെ ആ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്നാണ് മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. എന്റെ അച്ഛനായ ബ്രഹ്മാവ് അങ്ങയുടെ നാഭിപങ്കജത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ആരാണ്? നിന്നുടെ പൗത്രനാണ്. നിന്നുടെ പൗത്രനായി, പക്ഷെ എനിക്ക് ആ സ്ഥാനത്തേക്കാളും ഭഗവാനെ എനിക്ക് ഭക്തനായിട്ടിരിക്കണം. അങ്ങയുടെ ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. അതായത് പൗത്രൻ എന്ന സ്ഥാനമൊന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഭക്തനായാൽ മതി. പിന്നീട് പിന്നെയും വീണ് നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇത്രയും നേരം ഭഗവാനെ സ്തുതിച്ചു, ഭഗവാന്റെ തത്വങ്ങളൊക്കെ പറഞ്ഞു. ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ശ്രീരാമചന്ദ്രൻ ചോദിച്ചിരുന്നു, അങ്ങ് വെറുതെ ഒന്നും വരില്ല, എന്താണ് ഇപ്പൊ വരാൻ കാരണം? അപ്പൊ ഇനി പറയുകയാണ്, ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ. ഉൽപ്പല സംഭവൻ
പിതൃബ്രഹ്മാവ്, അച്ഛനായിട്ടുള്ള ബ്രഹ്മാവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്തിനാണ്? ആ ബ്രഹ്മാവിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ആ പാലാഴിയിൽ ചെന്നിട്ട് ഭഗവാനെ കണ്ട് സങ്കടമുണർത്തിച്ചത്. അവർക്കാണ് ഭഗവാൻ വാക്ക് കൊടുത്തത്. രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തത് കാരണം അതിനാണല്ലോ ഭഗവാനെ അങ്ങ് മർത്യനായി വന്ന് ജനിച്ചു. പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും. ഇതൊക്കെ ഇതുവരെ എല്ലാം ഭംഗിയായി അങ്ങ് പറഞ്ഞത് തന്നെ സംഭവിച്ചു. പക്ഷേ അവിടെ ഇരുന്ന് ഞങ്ങൾ ഇവിടുത്തെ ചില കാര്യങ്ങൾ, ചിലരുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നു. പൂജ്യനായൊരു ഭവാനെ, അങ്ങയെ, ദശരഥ മഹാരാജാവിന് അത്രയും ഇഷ്ടമുള്ള അങ്ങയെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ട് ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായി വന്നതായിട്ട് ഞങ്ങൾ അറിയുന്നു. അങ്ങാണെങ്കിൽ അച്ഛനെ ധിക്കരിക്കാത്ത മകനാണ്. അതുകൊണ്ട് നീയും അതിനനുകൂലനായി വന്നിടും. അങ്ങനെ ഒരു പേടി ഞങ്ങൾക്കില്ലാതില്ല. കാരണം അച്ഛനെ ധിക്കരിക്കാത്ത മകനായിട്ടുള്ള അങ്ങ് അച്ഛൻ രാജ്യഭാരം ഏൽക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്വീകരിച്ചു പോകില്ലേ? പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ. പിന്നെ എങ്ങനെയാണ് അതിനൊരു സാഹചര്യം ഉണ്ടാവുക? ദശമുഖനെ പിന്നെ അങ്ങ് എങ്ങനെയായിരിക്കും കൊല്ലുക? അതിനൊരു സാഹചര്യം വേണമല്ലോ. അങ്ങയുടെ സ്വഭാവം വെച്ച് അങ്ങ് ആരോടും അങ്ങോട്ട് പോയി യുദ്ധത്തിനൊന്നും പോവില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്ന് എന്നോട് സത്വരം ചെന്ന് പറകെന്ന് അരുൾ ചെയ്തു. ഇവിടെ ബ്രഹ്മാവ് എന്നെ പറഞ്ഞയച്ചത് എന്നോട് ആ സത്യം രക്ഷിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് സത്വരം ചെന്ന് നാരദനോട് പറഞ്ഞതാണ്, സത്വരം നീ പോയിട്ട് ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? സത്യസന്ധൻ ഭവാനെങ്കിലും അങ്ങ് സത്യസന്ധനാണ്. ഭഗവാനെ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷേ അങ്ങിപ്പോൾ ജനിച്ചിരിക്കുന്നത് ആരായിട്ടാണ്? മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. അങ്ങ് മനുഷ്യനായി ജനിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യരുടെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ വളരെ സൗകര്യപൂർവ്വം മറക്കുക. ഞാനോ, എപ്പോ, എന്ത്, ഇങ്ങനെയൊക്കെ പറയുന്നത് മനുഷ്യ സ്വഭാവമാണ്. അങ്ങനെ അങ്ങ് പുറമേക്ക് മനുഷ്യനായിട്ട് അഭിനയിക്കുകയാണെന്നറിയാം. ഇനി മനസ്സുകൊണ്ടും അങ്ങനെ ഒരു മനുഷ്യനായിപ്പോയോ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. അപ്പോ ഇവരുടെ ഈ സംശയം അസ്ഥാനത്തല്ല, സ്വാഭാവികമായും ആരും സംശയിച്ചു പോകാം. എന്നാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യുകയില്ല. ചിത്തേ വിഷാദമുണ്ടാകായിക അതുമൂലം ഒട്ടും വിഷമിക്കണം, ഞാൻ ഒരു സത്യലംഘനവും ചെയ്യുകയില്ല. എന്നാൽ നിങ്ങളൊക്കെ പേടിക്കുന്നത് പോലെ കാലവിളംബനം എന്തിനല്ലല്ലീ? നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ ഈ കാലം ഇങ്ങനെ താമസിപ്പിക്കുന്നത്? അല്ലാതെ തന്നെ ആളുകൾ ആ രാവണന്റെ ആ ഒരു ദുഷ്കർമ്മം കൊണ്ട് ആകപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ ഇനി രാജ്യം സ്വീകരിച്ച് ഇനിയും സമയമെടുക്കുമോ? അതാണ് അവരുടെ പേടി. അപ്പോ ഭഗവാൻ പറയുകയാണ്, ഞാൻ ഈ കാലവിളംബനം, ഇങ്ങനെ കാലതാമസം വരുത്തുന്നതിന് മൂലം അതിനുണ്ട്, ഒരു കാരണമുണ്ട്. അതും പറഞ്ഞിടുവൻ, അതും ഞാൻ പറയാം. കാലാവലോകനം കാര്യസാധ്യം നൃണാം മനുഷ്യർ ഒരു കാര്യം ചെയ്യുമ്പോൾ കാര്യസാധ്യത്തിന് ശരിക്ക് നമ്മൾ പറയില്ലേ, ഒരു അമ്പ് ചെയ്താൽ ഉന്നം അവിടെ എത്തിയിരിക്കണം. അതിനെന്ത് വേണം? നമ്മൾ ആ സാഹചര്യം അത്രയും ഏകാഗ്രതയോടുകൂടെ ചെയ്യണം. ഇതുപോലെ എല്ലാറ്റിനും ഒരു സാഹചര്യം വരണം. അതാണ് കാലാവലോകനം.
ഞാൻ കാലത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവണനെ കൊല്ലാനുള്ള സാഹചര്യം, അതിനൊരു അനുകൂല സാഹചര്യം വരണം, അല്ലാതെ വെറുതെ കയറി ഒരാളെ കൊല്ലാൻ പറ്റില്ല. അതാണ് കാലാവലോകനം കാര്യസാധ്യം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധ്യമാവുകയുള്ളൂ. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പരമേശ്വരൻ ഓരോരുത്തർക്കും ഓരോ കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ജനനത്തിനൊരു കാലമുണ്ട്, മരണത്തിനും ഒരു കാലമുണ്ട്. അതല്ലാതെ ആ കാലമെത്താതെ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ പോലും സാധ്യമല്ല. അപ്പോൾ ഇവിടെ പറയുന്നു, പ്രാരബ്ധ കർമ്മ ഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ്. ഒരാളിന്റെ പ്രാരബ്ധ കർമ്മത്തിന്റെ ആ ഒരു കൂട്ടം, അത് ആ സഞ്ചിയുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, അത് ഒഴിയണം. അത് ഒഴിഞ്ഞാൽ മാത്രമേ ഒരാളെ കൊല്ലാനും പറ്റുകയുള്ളൂ. അയാളെ ഒരു അസുഖം വന്നാൽ അയാളുടെ മരണവും സംഭവിക്കുകയുള്ളൂ. ആക്സിഡന്റ് സംഭവിച്ചാൽ മരണം സംഭവിക്കുന്നത്. ഇനി ആ ആൾക്ക് തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത് ഇതൊക്കെ തന്നെ പ്രാരബ്ധം നശിക്കുമ്പോഴാണ്. ഇത് നശിക്കുന്ന ആ സമയത്തൊഴിഞ്ഞ് മറ്റാവതില്ലാർക്കുമേ. അതൊഴിയാതെ, അത് കഴിയാതെ ആര് വിചാരിച്ചാലും ഒരാളെ കൊല്ലാൻ സാധ്യമല്ല. ഇത് ഭഗവാൻ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ, ഈ സത്യങ്ങളൊക്കെ നമ്മൾ അറിയാത്തതാണ് നമ്മുടെയൊക്കെ ദുഃഖത്തിന് കാരണം. അപ്പോ നമ്മളെ ആരെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചാൽ മാത്രമൊന്നും ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല. നമ്മളെ എന്നല്ല, ആർക്കും ആരെയും. അയാളുടെ പ്രാരബ്ധം തീരണം, അപ്പോഴാണ് ഈ കൊലപാതകമൊക്കെ നടക്കുന്നത്. പക്ഷെ ഇതൊന്നും നിയമത്തിന്റെ മുന്നിൽ പറയാനുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ട രഹസ്യമായ തത്വങ്ങളാണ്. പക്ഷെ ഭക്തന്മാർക്ക് തമ്മിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കാരണം അതിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ കാലവിളംബരം? മാത്രമല്ല, ഭഗവാൻ പറയുന്നു, കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. ബാക്കി ഈ പുരുഷപ്രയാസം എന്നാൽ ഒരാളെ മറ്റൊരാൾ കൊല്ലുന്നത് അയാളുടെ ആ പുരുഷന്റെ കർത്തവ്യമായി, ഒരു കർമ്മമായി. അപ്പോ ഒരാളുടെ പ്രാരബ്ധം ഒഴിഞ്ഞാൽ, തീർന്നാൽ, അയാൾ എങ്ങനെ മരിക്കണമെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരാളാൽ കൊല്ലപ്പെടേണ്ടതാണോ എന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടെങ്കിൽ ആ ഏകദേശം അതേ സമയത്ത് ഇയാളെ കൊല്ലാൻ വേറൊരാൾക്ക് തോന്നും. പക്ഷെ ഇവിടെ സത്യം എന്താണ്? ആ ആളിന്റെ പ്രാരബ്ധം ഒഴിഞ്ഞു, അതാണ് സത്യം. അപ്പൊ ബാക്കി ഈ പുരുഷപ്രയാസം എന്നതൊക്കെ വെറും ഒരു കാരണം മാത്രമാണ്, ഒരു നിമിത്തം മാത്രമാണ് എന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. അങ്ങേക്ക് ഇതൊന്നും അറിയാത്തതല്ലല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ്, രാവണന്റെ ആയുസ് എത്തിയിട്ടില്ല, അതിനിയും 14 വർഷമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ 14 വർഷം ഇവിടെ ഈ രാജ്യത്തിരിക്കാൻ പോകുന്നു എന്നും വിചാരിക്കണ്ട. അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കാൻ, വനത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. രാവണവധത്തിന് മുമ്പ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനായിട്ട് നാളെ വനത്തിന് പോകുന്നതുണ്ടു. ഞാൻ പോവുകയാണ് നാളെ വനത്തിന്. കാരണം രാവണന്റെ വധമായിട്ടില്ല, അതിനിയും 14 വർഷമുണ്ട്. അപ്പോഴേ രാവണന്റെ പ്രാരബ്ധ കർമ്മം തീരുകയുള്ളൂ. എന്നാൽ അതുവരെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നാളെ പോകും. ഇവിടെ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. ഇവിടെ മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ പിടിച്ച് സത്യം ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നു, 14 സംവത്സരം, 14 സംവത്സരം വനം തന്നിൽ, കാട്ടിനുള്ളിൽ മുനിവേഷമോട് വാണിയിടുവൻ. ഞാൻ മുനിവേഷധാരിയായിട്ട് വാഴാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ നിശാചരവംശവും
രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. ഒട്ടും വിഷമിക്കേണ്ട. 14 സംവത്സരം കഴിയുന്ന ആ സമയമാവുമ്പോഴേക്കും രാവണനും ഒപ്പം ദുഷ്ടന്മാരായിട്ടുള്ള ആ രാക്ഷസ വംശത്തെ മുഴുവൻ ഞാൻ കൊന്നുമുടിക്കുന്നുണ്ട്. മാത്രമല്ല സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് സീതാദേവി ആയിരിക്കും അതിനൊക്കെ കാരണമായിട്ടിരിക്കുക. ഇങ്ങനെ യാതുധാന അന്വയനാശം. യാതുധാനൻ അസുരന്മാർ, രാക്ഷസന്മാർ, അവരുടെ അന്വയം, ആ വംശത്തെ തന്നെ ഞാൻ നശിപ്പിക്കുന്നുണ്ട്. സത്യം ഇത് സത്യമാണ് എന്നരുൾ ചെയ്തു രഘുപതി. ഇത് ഭഗവാന്റെ വാക്കാണ്. ഇനി ഇതിലപ്പുറം ഒരു സംശയത്തിന് ഇടയില്ല. ഇത് കേട്ടതും സമാധാനമായി. ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ആദ്യം ആരാ ദണ്ഡ നമസ്കാരം ചെയ്തത്? ഭഗവാൻ നാരദ മഹർഷിയെ ഒരു ലൗകികന്റെ തലത്തിൽ നിന്നുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. ഇപ്പോൾ നാരദ മഹർഷി താൻ അറിഞ്ഞ ആ പരമാത്മാവാണ് എന്ന സത്യത്തെ ഉൾക്കൊണ്ട് തിരിച്ചിങ്ങോട്ട് ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട്, ശ്രീരാമദേവന്റെ അനുവാദവും വാങ്ങിക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാൻ ആദരാൽ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആദരവോടുകൂടി, കാരണം ഭഗവാൻ എല്ലാറ്റിനും ആ ഒരു പ്ലാനിങ് ചെയ്യുന്നതിന്റെ അതും കൂടെ ആലോചിച്ചിട്ടാണ്. അല്ലാതെ ബ്രഹ്മാവ് കൊല്ലാൻ പറഞ്ഞു നേരെ പോയി കൊല്ലുകയല്ല. എല്ലാവർക്കും അവരവരുടെ പ്രാരബ്ധ കർമ്മം ക്ഷയിക്കാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ അതുവരെ അവരിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാവും. അത് സഹിക്കാനും നമ്മൾ പഠിക്കണം. അതാണ് നാരദ രാഘവ സംവാദം. ഇങ്ങനെ ഇവർ തമ്മിൽ നടന്ന ഈ സംവാദത്തെ നേരെ പഠിക്കതാൻ, കേൾക്കതാൻ, ഓർക്കതാൻ. ഇതൊരു ഫലശ്രുതിയായിട്ട് പറയുന്നു. ഇത് വളരെ ഭക്തിയോടെ, കാരണം ഇതിൽ ആ ഒരു പരമാത്മ തത്വത്തെ പറയുന്നു, പ്രപഞ്ചത്തിന്റെ ആ ഒരു സൃഷ്ടി നടന്നതിനെ കുറിച്ച് പറയുന്നു, ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാമാണെന്ന് പറയുന്നു. ഇങ്ങനെ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. എന്തായി മുക്തി എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള സത്യത്തെ അറിയുമ്പോൾ തന്നെ നമുക്ക് ആരുടെയും മരണത്തിൽ ദുഃഖമുണ്ടാവുകയില്ല, ചിന്തിച്ചാൽ. കാരണം പ്രാരബ്ധമൊഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിച്ചു വെക്കാൻ പറ്റില്ല. പ്രാരബ്ധമൊഴിയാതെ ഒരാളുടെയും മരണവും സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള താത്വികമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് മനനം ചെയ്താൽ നമുക്കുണ്ടാകുന്ന ദുഃഖവും ഭയവും ഇല്ലാതെയാകും. ഇന്നിപ്പോ പത്രങ്ങളിലൊക്കെ കാണുന്നു, കോവിഡിനെ പേടിച്ച് ആളുകൾ ജനല് തുറക്കാൻ മടിക്കുന്നു എന്നാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ പേടിക്കുന്നത് എനിക്കും വരുമോ എന്നാണ്. അപ്പോ നമ്മൾ അനുഭവിക്കാൻ യോഗമുള്ളതേ നമ്മളെ തേടി വരികയുള്ളൂ. അത് കോവിഡ് എന്നല്ല, എന്തായാലും ശരി. അതുകൊണ്ട് പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ സർക്കാർ പറയുന്ന പോലെ ജാഗ്രത വേണം, അല്ലാന്നല്ല. പക്ഷേ പേടിച്ചിട്ട് എന്തിനാണ്? വരേണ്ട സമയത്ത് നമ്മുടെ പ്രാരബ്ധം തീർന്നാൽ മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോവുകയുള്ളൂ. പിന്നെ എന്തിനാണ് പേടി? അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം സത്യങ്ങൾ അറിയുമ്പോൾ നമ്മളിൽ നിന്ന് ആ ഒരു ദുഃഖമില്ലാതെയാകും, ഭയമില്ലാതെയാകും. അതിന്റെ പേരാണ് മുക്തി. അതാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുക്തി ലഭിക്കും. ഏതിൽ നിന്ന്? ഭയത്തിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്. നമ്മുടെ എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തി ലഭിക്കും, അതിനില്ല സംശയം. അത് കഴിഞ്ഞ് ഇനി പറയുന്നത് പരമശിവനാണ്. ശേഷമിന്ന് കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. പരമശിവനെന്നോ അല്ലെങ്കിൽ തത്തയെന്നോ എടുക്കാം. അപ്പൊ ഇനി അടുത്ത കഥയിലേക്ക് ഞാൻ കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നാരദ രാഘവ സംവാദം അവിടെ അവസാനിപ്പിക്കുന്നു.